വിശദമായ വാർത്തകളിലേക്ക്. കശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കുൽഗാമിലെ പോലീസ് സ്റ്റേഷൻ ഭീകരർ ആക്രമിച്ചു. സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ആക്രമണം തുടരുകയാണ്. മനു ശങ്കർ ചേരുന്നു. മനു, ഇപ്പോഴും ആക്രമണം തുടരുകയാണോ? വിശദാംശങ്ങൾ. എന്നാണ് അറിയുന്നത്. കുൽഗാമിലെ യാരിപ്പുര പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയത്. ഈ പോലീസ് സ്റ്റേഷന് സമീപത്തെത്തി ആദ്യം പോലീസ് സ്റ്റേഷനിലെ ചില പോലീസ് കാവൽ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് ഇപ്പോൾ അറിയുന്ന സൂചനകൾ. ഇതിനുശേഷം പോലീസുകാരും തിരിച്ച് വെടിയുതിർത്തു എന്ന് അറിയുന്നു. പിന്നീട് ഇവർ സമീപത്തെ വനപ്രദേശത്തേക്ക് മറഞ്ഞു. ഇതിനുശേഷം വീണ്ടും എത്തി പോലീസ് സ്റ്റേഷന് അകത്തേക്ക് പ്രവേശിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനുശേഷം സമീപത്തുണ്ടായിരുന്ന BSF പോസ്റ്റിലെ സൈനികർ കൂടി സ്ഥലത്തെത്തി പോലീസും ഒപ്പം BSFും സംയുക്തമായി തിരിച്ചടി നടത്തുകയാണ്. 6 അംഗ ഭീകരർ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 ബാരാമുള്ളയിലെ സൈനിക പോസ്റ്റിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 2 ഭീകരരെ വധിക്കാനായെന്ന് സൈന്യം പറഞ്ഞിരുന്നെങ്കിലും ഈ 4 അംഗ ഭീകരരിലെ മറ്റു ഭീകരർ രക്ഷപ്പെട്ടിരുന്നു എന്നും BSF സ്ഥിരീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ ഭീകരർ തന്നെയാണോ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് നേരെയും ആക്രമണം നടത്തിയത് എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഈ പോലീസ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തുകയാണ്. ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളുടെ മറവിൽ ഭീകരർ കാശ്മീരിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് നേരെയും ഭീകരർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമി ബാബുറാമിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തു. ബാബുവുമായി ബാബുറാമിന് അടുത്ത ബന്ധമുണ്ടെന്നതിന് വിജിലൻസിന് തെളിവുകൾ ലഭിച്ചു. കെ ബാബുവിന്റെ ബിനാമിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ ബാബുറാമിനെ വിജിലൻസിന്റെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ദീർഘനേരം ചോദ്യം ചെയ്തത്. നേരത്തെ നടന്ന റെയ്ഡിൽ ബാബുറാമിന്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. 44 ഇടങ്ങളിൽ ഭൂമി ഇടപാട് നടത്തിയതിന്റെ രേഖകളായിരുന്നു പിടിച്ചെടുത്തവയിൽ പ്രധാനം. ഈ ഇടപാടുകളിൽ ബാബുവിന് പങ്കുണ്ടോ എന്നറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ ബാബുവുമായി ബന്ധമില്ലെന്നും പൊതുപ്രവർത്തനമാണ് തൊഴിൽ എന്നുമാണ് വിജിലൻസിന് ബാബുറാം മൊഴി നൽകിയത്. പൊതുപ്രവർത്തനത്തിലൂടെ വലിയ വ്യവസായിയായി വളർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബാബുറാം കൃത്യമായ മറുപടി നൽകിയില്ല. ആദായനികുതി രേഖകൾ പരിശോധിച്ച ശേഷം ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബുവിന്റെ ഭാര്യ ഗീത, ബാബുവിന്റെ സഹോദരൻ ജോഷി, PA നന്ദകുമാർ എന്നിവരെയും വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറയിലെ 2 ലോക്കറുകൾ ശൂന്യമായതിന്റെ വിശദാംശങ്ങൾ തേടിയായിരുന്നു ഭാര്യയെ ചോദ്യം ചെയ്തത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ബാബുവും ബാബുറാമും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ വിജിലൻസിന് ലഭിച്ചു. ഇരുവരും നിരവധി തവണ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളാണ് ലഭിച്ചത്. ബാബുവിന്റെ മറ്റൊരു ബിനാമിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ മോഹനനെ അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്തേക്കും. കൃത്യമായ തെളിവുകളും മൊഴികളും ലഭിച്ച ശേഷമായിരിക്കും ബാബുവിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരുമായി മാനേജ്മെന്റുകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഫീസിളവോ സ്കോളർഷിപ്പോ മെറിറ്റ് സീറ്റിൽ നൽകാനാകില്ലെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. നിലവിലെ കരാറിൽ മാറ്റം വരുത്തില്ലെന്നും മാനേജ്മെന്റുകൾ നിലപാടെടുത്തു. മറ്റുള്ള വാർത്തകൾ അഭ്യൂഹമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു. സ്വാശ്രയ പ്രവേശനത്തിൽ മാരത്തോൺ ചർച്ചകളാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ തലസ്ഥാനത്ത് നടത്തിയത്. എന്നാൽ ഫീസിളവോ സ്കോളർഷിപ്പോ നൽകുന്ന കാര്യം സർക്കാരുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പ്രസിഡന്റ് PK കൃഷ്ണദാസ്: ഞങ്ങൾ ഇന്ന് ആരോഗ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടത് ഫീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നുമല്ല. ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജുകളുടെ മറ്റു പല പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തെ പ്രവേശന വിഷയം മാത്രമാണ് സർക്കാരുമായി ചർച്ച ചെയ്തത്. മറ്റു തരത്തിൽ വരുന്ന വാർത്തകൾ അഭ്യൂഹം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ബാക്കി ഇന്നും ഇന്നലെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം തന്നെ കെട്ടുകഥകളോ അല്ലെങ്കിൽ റൂമേഴ്സോ ആണ്. അതിന് പ്രതികരിക്കുവാൻ അസോസിയേഷൻ നിലയ്ക്ക് ഞങ്ങളും തയ്യാറല്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊന്നും അത്തരത്തിൽ നിർദ്ദേശങ്ങളോ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങോട്ടോ ഒരു നിർദ്ദേശവും പോയിട്ടില്ല. മുൻ നിശ്ചയപ്രകാരം നടന്ന യോഗമാണിത്. മെറിറ്റ് സീറ്റിൽ ഫീസിളവ് നൽകുമെന്ന് പറഞ്ഞത് MESനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അസോസിയേഷന് കീഴിലെ മറ്റു കോളേജുകൾ നിലവിലെ കരാർ പ്രകാരം മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. രാവിലെ അടിയന്തര യോഗം ചേർന്ന മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ തുടർന്ന് ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിലായിരുന്നു പ്രശ്നപരിഹാരത്തിന് സ്കോളർഷിപ്പ് എന്ന ഫോർമുല മുന്നോട്ട് വന്നത്. എന്നാൽ ശേഷം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ നിലപാടിൽ നിന്നും മാനേജ്മെന്റുകൾ പിന്നോട്ടുപോയി. ഇതോടെ ചർച്ച വീണ്ടും വഴിമുട്ടി. തുടർന്ന് ആരോഗ്യമന്ത്രിയെ കണ്ടെങ്കിലും കരാറിൽ മാറ്റം വരുത്തേണ്ട എന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
നിയമസഭയിൽ കഴിഞ്ഞ 7 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ഹൈബീഡിനെയും ഷാഫി പറമ്പിലിനെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പകരം വി ടി ബൽറാമും റോജി എം ജോണും നിരാഹാരം ആരംഭിച്ചു. ഒപ്പം പി ഉബൈദുള്ളയും ടി വി ഇബ്രാഹിമും അനുഭാവ സത്യാഗ്രഹം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിഷേധാത്മക നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, വിശദാംശങ്ങൾ. മാനേജ്മെന്റുകളുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാകുമെന്നായിരുന്നു UDF കേന്ദ്രങ്ങളുടെ ധാരണ. എന്നാൽ ചർച്ച അലസിപ്പിരിഞ്ഞതോടെ UDF ക്യാമ്പ് മ്ലാനവദനരായി. തുടർന്ന് UDF യോഗം ചേർന്ന് നിരാഹാരം നടത്തുന്ന ഹൈബീഡൻ, ഷാഫി പറമ്പിൽ എന്നിവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും വി ടി ബൽറാം, റോജി എം ജോൺ എന്നിവരെ പകരം നിരാഹാരം ഇരുത്താനും തീരുമാനമായി. സമരമിരിക്കുന്ന MLA മാരോട് പ്രതിപക്ഷ നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് ഇവരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സർക്കാരിന്റെ നിഷേധാത്മക നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് അവർ ആരോപിച്ചു. വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്താൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. മാനേജ്മെന്റുകൾ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചാലും മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാതിരിക്കുന്ന ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വി ടി ബൽറാം, റോജി എം ജോൺ എന്നിവരെ പ്രതിപക്ഷ നേതാക്കൾ ഷാൾ അണിയിച്ച് നിരാഹാരമിരുത്തി. ലീഗ് MLA മാരായ പി ഉബൈദുള്ള, ടി വി ഇബ്രാഹിം എന്നിവർ അനുഭാവ സത്യാഗ്രഹം നടത്തും. വ്യാഴാഴ്ച സഭ പിരിഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിഞ്ഞ് മാത്രമേ നിയമസഭ ചേരൂ. ഈ സാഹചര്യത്തിൽ സമരം ഏതുവിധത്തിൽ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ UDF-ൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. UDF നടത്തുന്നത് രാഷ്ട്രീയ സമരമാണെന്നും ദുരഭിമാനം വെടിഞ്ഞ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF-ന്റെ തകർച്ചയും മുൻ മന്ത്രിമാരുടെ അഴിമതിയും മറച്ചുവെക്കാനാണ് സ്വാശ്രയ സമരമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമില്ലാത്ത സ്വാശ്രയ സമരമാണ് UDF നടത്തുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ സമരമാണ്. ജെയിംസ് കമ്മീഷൻ ശക്തമായ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള അവസ്ഥ വരികയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ കൊടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ഈ സമരത്തിലില്ല. വിദ്യാർത്ഥികളെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയവരുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമരം വിദ്യാർത്ഥികൾക്കോ ജനങ്ങൾക്കോ സമൂഹത്തിനോ വേണ്ടിയുള്ള സമരമല്ല, രാഷ്ട്രീയ സമരമാണ്. ആ സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് സമരം തുടങ്ങിയവർ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 20 മുതൽ 30 വരെ പ്രചാരണം സംഘടിപ്പിക്കും. CPM പ്രവർത്തകർക്കെതിരായ RSS BJP ആക്രമണങ്ങൾ തുറന്നുകാട്ടും. വട്ടിയൂർക്കാവ്, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി 3ാം സ്ഥാനത്ത് പോയത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പാലക്കാട് പരാജയം സംബന്ധിച്ച് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്താൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. മാനേജ്മെന്റുകൾ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചാലും മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാതിരിക്കുന്ന ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വാർത്തകളിലേക്ക്. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു. സ്വാശ്രയ പ്രശ്നത്തിൽ MLA-മാർ നിരാഹാരം നടത്തുന്നതിനാൽ സഹകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷം. MLA-മാരുടെ നിരാഹാരം തുടരുകയാണ്. അതേസമയം റബ്ബർ കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KM മാണി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ശേഷം പിൻവലിച്ചത് ഖേദകരമെന്ന് സ്പീക്കർ പ്രതികരിച്ചു. മാണിയുടെ നടപടി കർഷകരെ അപമാനിക്കുന്നതാണെന്ന് AK ബാലൻ പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ കഴിഞ്ഞ സർക്കാർ വരുത്തിയ വിവാദ ഭേദഗതി സർക്കാർ റദ്ദാക്കാൻ തീരുമാനം. 2008 മുമ്പ് നികത്തിയ വയലുകൾ നികുതി അടച്ചാൽ സാധുവാകുമെന്ന ഭേദഗതിയാണ് റദ്ദാക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി വിമുക്തി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി രൂപീകരിക്കും. സോളാർ കേസ് അന്വേഷിക്കുന്ന ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD ഏലിയാസ് ജോർജിനെ 2 വർഷത്തേക്ക് കൂടി തൽസ്ഥാനത്ത് തുടരാനും അനുവദിച്ചു.
ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. മിന്നലാക്രമണം നടന്നിട്ടില്ലെന്നും വ്യാജ ഓപ്പറേഷനാണെന്നുമുള്ള അന്താരാഷ്ട്ര വിവാദം ഒഴിവാക്കാൻ വീഡിയോ പരസ്യപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ സൈന്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യരുതെന്നും വീഡിയോ പരസ്യപ്പെടുത്താൻ ആകില്ലെന്നും കേന്ദ്രം പ്രതികരിച്ചു. പ്രതിപക്ഷം പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിക്കുന്നെന്ന് BJP ആരോപിച്ചു. ഇന്ത്യ അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പാക് മാധ്യമങ്ങൾക്ക് പിന്നാലെ വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സമാന റിപ്പോർട്ടുകളുണ്ടായി. PTIയുടെ ഇസ്ലാമാബാദിലെ ലേഖകനും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണത്തിലെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ സൈനിക നീക്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആദ്യം രംഗത്തെത്തിയത്. വീഡിയോ പുറത്തുവിടാതിരുന്നാൽ സർക്കാർ മെനഞ്ഞ വ്യാജ ഓപ്പറേഷൻ എന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം തള്ളിയ കോൺഗ്രസ് നേതൃത്വം സൈനിക നീക്കങ്ങളിൽ വിശ്വാസമുണ്ടെന്നും എന്നാൽ അന്താരാഷ്ട്ര തലത്തിലെ വിവാദങ്ങൾ ഒഴിവാക്കാൻ വീഡിയോ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ വീഡിയോ പുറത്തുവിടേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാടറിയിച്ചു. സൈനികരെ താഴ്ത്തിക്കളയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു. നേരത്തെ സൈനിക നീക്കം പ്രധാനമന്ത്രി ലൈവായി ദില്ലിയിലിരുന്ന് കണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. സൈന്യത്തിന്റെ പക്ഷത്തുള്ള ഈ വീഡിയോ പുറത്തുവിട്ട് വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിൽ നിന്ന് അഭിഭാഷകൻ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണമെന്നും പ്രശ്നം വഷളാവുന്നത് കേരളത്തിന്റെ സൽകീർത്തിയെ ബാധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മാധ്യമ വിലക്കിന് പരിഹാരം കാണുവാൻ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസുമായി ചർച്ച നടത്തും. പ്രശ്നപരിഹാരത്തിനായി ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുമെന്ന് മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം പാടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് എടുക്കുന്നുവെന്ന വാദം തെറ്റാണെന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഒരു ക്ഷേത്രങ്ങളിലും ആയുധ പരിശീലനമോ ഈ മുളവടിയും കുറുവടിയും ഒക്കെ ആയിട്ടുള്ള മറ്റ് കായിക പരിശീലനമോ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. ക്ഷേത്ര ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരം പരിപാവനമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഒരു സംഘടനയുടെയും RSS എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും ഒരു തരത്തിലുള്ള പരിശീലനവും ക്ഷേത്രങ്ങളെന്നല്ല ഒരു ആരാധനാലയങ്ങളിലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനനുസരിച്ച നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ഇറച്ചിക്കോഴി വ്യാപാരികൾക്ക് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KM മാണി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്നും FIR റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ ഉത്തരവിട്ടു. KM മാണിയുടെ ഹർജി തള്ളിയ ജസ്റ്റിസ് കമാൽ പാഷ അന്വേഷണം തുടരാൻ വിജിലൻസിന് നിർദ്ദേശം നൽകി. മാണിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. സാമ്പത്തിക നേട്ടമുണ്ടായെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി പരാമർശിച്ചു. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. FIR റദ്ദാക്കാനുമാവില്ല. എന്നാൽ മുൻവിധികളില്ലാതെ അന്വേഷിക്കണമെന്ന് അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോംസൺ ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജിയും ഇതോടൊപ്പം കോടതി തള്ളി. ഇറച്ചിക്കോഴി വ്യാപാരികൾക്കും ആയുർവേദ കമ്പനികൾക്കും നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായി വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് KM മാണി, മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജയചന്ദ്രൻ, തോംസൺ ഗ്രൂപ്പ് ഉടമകൾ എന്നിവരെ പ്രതികളാക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. തോംസൺ ഗ്രൂപ്പിന് 65 കോടി രൂപയുടെ നികുതി കുടിശ്ശികയ്ക്ക് സ്റ്റേ അനുവദിച്ചത് KM മാണി അധികാരപരിധി ലംഘിച്ചാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നികുതി 12.5% നിന്നും 4%, മുൻകാല പ്രാബല്യത്തോടെ കുറച്ചതും ചട്ടവിരുദ്ധമായാണെന്ന് വിജിലൻസ് കണ്ടെത്തി. അഴിമതിക്കും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ശക്തമായ തെളിവുകളുണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. ഇത് പ്രാഥമികമായി കോടതി അംഗീകരിച്ചതോടെ മുൻമന്ത്രി KM മാണിക്ക് കനത്ത തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോബി ആൻഡ് മെറോണ പറക്കും ജ്വല്ലറി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 22 ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകളും ആന്റി ലെഫ്റ്റ് ലേസർ ടെക്നോളജിയും ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജ്വല്ലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.